ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ തിങ്കളാഴ്ച ഉച്ചയ്ക്കുള്ളതാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. രാവിലെ ഞാൻ ടിഫിൻ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊന്നും ഇന്നേക്ക് ക്ലാസ് ഇല്ലാത്ത കാരണം ഞാൻ കുറച്ച് വൈകിയാണ് ചോറും കറിയൊക്കെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ പരിപ്പ് കറിയാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പച്ചമുളക്, തക്കാളി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ വേകണം കേട്ടോ. 2-3-4 വിസിലൊക്കെ വരണം കേട്ടോ. പിന്നെ അപ്പോഴേക്ക് ചോറിന് വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അരിയൊക്കെ കഴുകിയിടാം. പിന്നെ അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ വന്നിട്ട് അകം അടിക്കാനൊക്കെ നിന്നത് കേട്ടോ. കുറച്ച് നല്ലപോലെ നേരമായിട്ടുണ്ട് കേട്ടോ ഞാൻ അടിക്കാനൊക്കെ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാണുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണം. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ഞാൻ പരിപ്പ് കറിക്കുള്ളതൊക്കെ ചെറുള്ളിയൊക്കെ അരിയാണ്. അപ്പോൾ മോൻ കണ്ണരിയണമെന്ന് പറഞ്ഞാൽ കൂളിംഗ് ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് നിൽക്കണം കേട്ടോ. ഞാൻ അവനെ കളിയാക്കുകയാണ്. പിന്നെ ഞാൻ പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് കടുക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ പച്ചമുളക് നല്ലപോലെ വഴട്ടണം കേട്ടോ. നല്ലപോലെ ഇങ്ങനെ ബ്രൗൺ കളർ ആവുന്നവരെ വഴട്ടിയെടുക്കണം. പിന്നെ ഞാൻ പരിപ്പ് ഒന്നും കൂടെ ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല അങ്ങനെ തിക്നെസ്സിൽ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇന്ന് പയറുപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പരിപ്പറിയും പയറുപ്പേരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഞാൻ മഞ്ഞൾപ്പൊടി ഇടുകയാണ് കേട്ടോ. അപ്പോൾ നല്ല കളറുണ്ടാവും, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അത്. പിന്നെ ഇപ്പുറത്തെ ഞാൻ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊന്ന് വാർത്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ നല്ലപോലെ തിളച്ച് ഇങ്ങനെ കുറുകി വരണം കേട്ടോ. ഇപ്പോഴേ പരിപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിൽ വാങ്ങി വെക്കാം കേട്ടോ. പിന്നെ ഇന്നേക്ക് പയറുപ്പേരിയാണ്. ഞാൻ കുറച്ച് ദിവസം ഈ പയർ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇന്ന് വെക്കണം, ഇന്ന് നാളെ വെക്കണം പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഇന്നൊക്കെയാണ് അതിന് പറ്റിയത് കേട്ടോ. പിന്നെ ഇനി ഞങ്ങൾ കുറച്ച് ദിവസത്തിന് ഒരാഴ്ചത്തേക്ക് നോൺ വെജൊന്നും വാങ്ങില്ല കേട്ടോ. അങ്ങനെ പഴനിയിൽ കൊടിയേറ്റെന്ന് പറയും, അത് കഴിയുന്നവരെ ഞങ്ങളവിടെ വാങ്ങില്ല. അവിടെ ഞങ്ങളുടെ തൊട്ടടുത്ത മുരുകൻ്റെ അമ്പലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും പദയാത്രയൊക്കെ പോകും. അത് കാരണം ഞങ്ങൾ ഒരാഴ്ചയ്ക്ക് വ്രതമാണ് കേട്ടോ കൊടിയേറ്റം കഴിയുന്നവരെ. അപ്പോൾ ഇനി അങ്ങോട്ട് പച്ചക്കറി തന്നെയാണ്. അപ്പോൾ ഞാൻ മല്ലിയിലെ ചമ്മന്തി അരയ്ക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല പരിപ്പ് കറി, പിന്നെ പയറുപ്പേരി, പിന്നെ മല്ലിയിലെ ചമ്മന്തി, പിന്നെ ഇന്നലെ കുറച്ച് മീൻ വറുത്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ മുളക് വറുത്ത പുളിയും കുറച്ചുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ചോറും. അപ്പോൾ അമ്മയ്ക്ക് നമുക്ക് ചോറ് കൊണ്ട് കൊടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ കൊടുക്കാൻ പോവാണേ. അമ്മയ്ക്ക് രാവിലെ നേരത്തെ പോകുന്ന കാരണം ഇതൊന്നും ആവില്ല. അപ്പോൾ ഞാൻ കൊണ്ടുപോയി കൊടുക്കുക ചെയ്യും. ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറൊക്കെ വിളമ്പാം. നല്ലപോലെ പരിപ്പ് കറിയാണേ. അപ്പോൾ ആർക്കൊക്കെ ഇത് ഇഷ്ടമാണോ പറഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പരിപ്പ് കറി, മല്ലിയില ചമ്മന്തി, പയറുപ്പേരി, മീൻ വറുത്തത്, പിന്നെ അച്ചാറ്. അപ്പോൾ നമുക്ക് ചോറിനാട്ടോ വരൂ. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ലാസ്റ്റ് ആട്ടോ തുടയ്ക്കാനൊക്കെ നിന്നത്. നമ്മളിപ്പോൾ തുടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അടിക്കൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ ക്ലീനായി നീറ്റായി കിടന്നോളൂ. അപ്പോൾ വൈകുന്നേരം എനിക്ക് അകം അടിച്ച് വരേണ്ട പണിയില്ല. അപ്പോൾ എൻ്റെ വീട് ഇത്രയേ ഉള്ളൂ.